അപ്പോൾ നമ്മുടെ UPSCന്റെ ഭാഗത്ത് നിന്ന് SSC ഒക്കെ റിലീസ് ചെയ്യുന്നത് പോലെ തന്നെ 2025 കലണ്ടർ UPSC റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട യൂണിഫോം പോസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് അറിയാം. ഇത്തവണ കിട്ടാത്തവരും ഇത്തവണ കിട്ടിയവരും എല്ലാവരും തന്നെ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണേണ്ട നോട്ടിഫിക്കേഷൻസ് ആണ് മുന്നോട്ടേക്ക് വരാനുള്ളത്. തുടക്ക ശമ്പളം തന്നെ നിങ്ങൾക്ക് നല്ല ശമ്പളവും അതുപോലെ ഒരുപാട് ആനുകൂല്യങ്ങളും ലഭിക്കും. അത് മാത്രമല്ല ഓഫീസർ റാങ്കിലേക്കുള്ള പോസ്റ്റും കൂടിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഒരു സേവനവും കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പോസ്റ്റുകളിലേക്ക് നമ്മുടെ NDA അതുപോലെ CDS പിന്നെ അസിസ്റ്റന്റ് കമാൻഡന്റ് നമ്മുടെ CAPFിലേക്കുള്ള അസിസ്റ്റന്റ് കമാൻഡന്റ് ഇങ്ങനെ നിരവധി നോട്ടിഫിക്കേഷൻ UPSC അടുത്ത വർഷത്തേക്ക് വിളിക്കുന്നുണ്ട്. അതിൻ്റെ അപേക്ഷ ഈ വർഷമാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പഠനം നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയാൽ മാത്രമേ അടുത്ത വർഷം നടക്കുന്ന പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മറ്റുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് അനായാസമായിട്ട് ജയിക്കാനും സാധിക്കും. കാരണം UPSC ലെവലാണ് നിങ്ങൾ പഠിക്കുന്നത്. സോ എന്തായാലും വരാൻ പോകുന്ന ഈ ഒരു എക്സാമിനേഷൻ്റെ അപ്ഡേറ്റുകളിലേക്ക്, അതായത് കലണ്ടറിൽ വന്നിട്ടുള്ള ഏതൊക്കെ പോസ്റ്റുകൾ ഉണ്ടെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCന്റെ കലണ്ടർ 2025 കലണ്ടറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്ന NDA മിനിമം +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന NDA അതുപോലെ തന്നെ മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന CDS 2025 ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഉടനെ വിളിക്കും. ഉടനെ എന്ന് പറഞ്ഞാൽ നാളെ വിളിക്കത്തില്ല, പക്ഷേ ഉടനടി. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കാം. പക്ഷേ ഇത്രയും മുൻകൂട്ടി നിങ്ങളിത് കാണേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും UPSC ലെവൽ എക്സാം ആണ്, നല്ല ടഫ് അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ലെവലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പരീക്ഷയാണ്. അതിനെ മുൻകൂട്ടി കണ്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ NDAയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് +2 മതി, ഏതെങ്കിലും +2 മതി. ചിലർ പറയുന്നത് കേൾക്കാം സയൻസ് +2 തന്നെ നിർബന്ധം. അങ്ങനെയില്ല. നിങ്ങൾ ആർമി വിങ്ങിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്താലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഫൈനൽ ഇയർ പഠിക്കുന്ന +2 ഫൈനലാണ്, അതായത് +2 പഠിക്കുന്നവരാണെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും എന്നർത്ഥം. ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ +2ൽ പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ എക്സാമിനേഷൻ അടുത്ത വർഷമായിരിക്കും, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ CDSന് അപേക്ഷിക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രി പാസ്സായവരാണെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. NDAയിലേക്ക് ഒരു 16 മുതൽ 19 വരെയാണ് നോർമൽ ഏജ് പറയുന്നത്. അതുപോലെ CDSലേക്ക് 24 വയസ്സ് വരെയൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഓഫീസർ റാങ്കിലേക്കാണ് രണ്ടിൻ്റെയും പോസ്റ്റിംഗ് നിങ്ങൾ പോകുന്നത്. OTയിലേക്ക് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും, CDSലേക്ക്. ബാക്കിയുള്ള ആർമി അതുപോലെ തന്നെ നേവി എയർഫോഴ്സിലേക്ക് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. NDA അങ്ങനെയല്ല. NDAയിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും കോമൺ ആയിട്ട് തന്നെ അപേക്ഷിക്കാം, ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇത് രണ്ടും നല്ല അവസരമാണ്. രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ ഒരുമിച്ചിട്ടാണ് വരുന്നത്, പരീക്ഷ ഒരുമിച്ചിട്ടാണ് നടക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിട്ടാണ്. ഇതിൻ്റെ സെലക്ഷൻ്റെ പ്രൊസീജിയർ വിവിധ ഘട്ടങ്ങളിൽ മാറുന്നുണ്ടെങ്കിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത്, പരീക്ഷ വരുന്നതെല്ലാം ഒരുമിച്ചിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ. 11/12/2024 റിലീസ് ചെയ്യും, ഉടനടി റിലീസ് ചെയ്യും. അതുപോലെ തന്നെ 31/12/2024 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. 13/4/2025 ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഒരു ദിവസത്തെ പരീക്ഷയാണ്, രണ്ടിൻ്റെയും പരീക്ഷ ഒരുമിച്ചിട്ടാണ് നടക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ്. ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. UPSCന്റെ ഒഫീഷ്യൽ കലണ്ടർ പ്രകാരമാണ് ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള നമ്മുടെ ACന്റെ, അതായത് അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റ്. നമ്മുടെ CRPF, CISF, ITBP തുടങ്ങിയ സേനകളിലേക്ക് നിങ്ങൾക്ക് അസിസ്റ്റന്റ് കമാൻഡന്റ് ആവാനുള്ള 2025 പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് 5/3/2025 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 25/3/2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 3/8/2025 ഒരു ദിവസത്തെ പരീക്ഷയാണ്, 1 ഡേ ആണ്. ഇതിൻ്റെയൊക്കെ പരീക്ഷാ സെൻറ്റർ നമ്മളിപ്പം പറഞ്ഞ CDS ആയാലും NDA ആയാലും അതുപോലെ തന്നെ ഈ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് CAPF ആയാലും ഇതിൻ്റെയൊക്കെ പരീക്ഷ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സെലക്ഷൻ കേരളത്തിലും അവൈലബിൾ ആണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ NDA അതുപോലെ തന്നെ CDSന്റെ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന ഡേറ്റ് 28/5/2025 റിലീസ് ചെയ്യും, 17/6/2025 ക്ലോസ് ചെയ്യും അപേക്ഷ. 14/9/2025 പരീക്ഷ നടക്കുന്നതാണ്. 1 ഡേ പരീക്ഷയാണ്, ഒരു ദിവസത്തെ പരീക്ഷയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് NDA അതുപോലെ CDSന് തയ്യാറെടുക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. രാവിലെ മുതൽ ഉറക്കം പോലും ഇല്ലാതെ പഠിക്കുന്നവർ, അതിരാവിലെ എണീച്ച് പഠിക്കുന്നവരുണ്ട്, അതുപോലെ ഉറക്കം ഒഴിച്ച് പഠിക്കുന്നവരുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ UPSCന്റെ കലണ്ടറിൽ 2025
കലണ്ടറിൽ വന്നിട്ടുള്ള നമ്മുടെ NDA അതുപോലെ തന്നെ CDS പിന്നെ CAPFന്റെ അസിസ്റ്റന്റ് കമാൻഡന്റ് യൂണിഫോം പോസ്റ്റിലൊക്കെ നോക്കുന്നവര്, ഓഫീസർ റാങ്കിലൊക്കെ നോക്കുന്നവര് വളരെ കൗതുകത്തോടു കൂടിയും ആകാംക്ഷയോടു കൂടിയൊക്കെ നോക്കി കാണുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. ഇത് റിലീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിരവധി അവസരങ്ങൾ മുന്നോട്ടേക്ക് വരാനുണ്ട്. കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ പ്രോപ്പറായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.